ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. അതിനു മുന്നേ ഇന്നത്തെ പോലെ പ്രാർത്ഥിക്കാം. യൂണിവേഴ്സ്, എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ റീഡിങ്ങിലേക്ക് പോകാനായിട്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നതോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇവിടെ ആദ്യത്തെ കാർഡ് 8 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ലെറ്റ് ഇറ്റ് ഗോ എന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. ഇവിടെ ആ പിക്ചർ നോക്കൂ. ഇവിടെ ആ കപ്പ് നിറയെ നിങ്ങളോടുള്ള പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ട്. ആ ഒരു കാര്യം അവര് മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു പോയി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ അവര് സെൽഫ് ലവ് ചെയ്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്. അവര് അവരുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരവരെ തന്നെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങളുടെ പേഴ്സണിലുണ്ടായ ഒരു മാറ്റത്തെയാണ് യൂണിവേഴ്സ് ആ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. സെക്കൻഡ് കാർഡ് നോക്കൂ. നൈറ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന, അവനവൻ്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത് അവരുടെ കരിയറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, അവർ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കണം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്. തൻ്റെ കരിയറിന് ഒരു ബുദ്ധിമുട്ടും വരരുത്, ബെറ്റർ ഫ്യൂച്ചറാണ് തനിക്ക് ആവശ്യം, തനിക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നു എന്നാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറഞ്ഞു തരുന്നത്. അവർ വളരെയേറെ കഷ്ടപ്പെടുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവരുടെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അവരുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അവരുടെ സാഹചര്യമായിരിക്കണം അവരെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളത്. അതിനുശേഷം അവർക്ക് വന്നിട്ടുള്ള ആ ഒരു വേദനയാണ് നെക്സ്റ്റ് കാർഡ് കാണിച്ചു തരുന്നത്. 9 ഓഫ് സോർട്സ് കാർഡ്. ഇവിടെ നൈറ്റ് മെയർ കാണുന്ന, രാത്രി സ്വപ്നങ്ങൾ കാണുന്ന, വറി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവര് എന്തിനെയൊക്കെ പേടിക്കുന്നുണ്ട്, അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിലാണ് അവർ വേദനിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. അവരറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിയാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുന്നത്, ആ ഒരു കാര്യത്തിൽ അവർക്ക് സ്റ്റക്ക് എനർജി വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെന്റ് വേണ്ടിയിട്ട്, കരിയറിന് വേണ്ടിയിട്ട് അവർ നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. ആ ഒരു കാര്യമായിരുന്നു അവർ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ കാര്യത്തിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള യൂണിവേഴ്സിന്റെ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്നവർ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ വേദന അവർ മനസ്സിലാക്കുകയാണ്. കാരണം നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവരെത്ര കണ്ട് വേദനിക്കുന്നുണ്ടെന്ന്. എന്നാൽ നമ്മൾക്ക് തന്നെ ആ ഒരു വേദന മനസ്സിലാക്കി തരുന്നൊരു കാലയളവുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് എന്ത് പ്രവൃത്തി ചെയ്താലും ഒരു കർമ്മയുണ്ട്. ആ ഒരു കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. ആ ഒരു സാഹചര്യം നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നതും അവരിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നതും അവരിപ്പോൾ ചിന്തിക്കുന്നതും നിങ്ങളോട് ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഇവിടെ നെക്സ്റ്റ് കാർഡ് പറയുന്നതും അത് തന്നെയാണ്. 5 ഓഫ് സോർട്സ് കാർഡ്. ഒരു കോൺഫ്ലിക്റ്റിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അവർക്ക് എക്സ്പീരിയൻസിങ് ലോസ് എന്ന് പറയുന്നു. ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി മേഖലയിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല അവർക്ക് ഒരു വ്യക്തിയിൽ നിന്ന് വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്നാലും ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവർ വളരെയേറെ സ്ട്രെസ്ഡ് ആണ്. അവർക്ക് നഷ്ടങ്ങൾ വരുന്നുണ്ട്. അവരുടെ കരിയറിൽ, അവരുമായി ബന്ധപ്പെട്ട മേഖലയിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള ലോസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ എനർജി, അത് നിങ്ങളോട് ചെയ്ത് തെറ്റുകൊണ്ടാണെന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് അവർ ആ തെറ്റ് തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് പറയുന്നതും അത് തന്നെയാണ്. 2 ഓഫ് പെൻഡക്കിൾ. എന്നാൽ 2 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ അവരൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്, ആ ഒരു കാര്യത്തിൽ അവർക്ക് നഷ്ടങ്ങളും വേദനയും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ അവരത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല.
എന്നാൽ നിങ്ങൾ എന്നു മുതൽ നിങ്ങളെ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങിയോ, അവരെ ചേസ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അന്നു മുതലാണ് അവരിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ വേദനിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് ഒരു ബാലൻസ് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, നൈറ്റ് ഓഫ് കപ്സ് കാർഡിലൂടെ. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് കാർഡിൽ പറയുന്നത് ഒരു പാഷനേറ്റ് സോളിനെയാണ്, ഒരു റൊമാൻറ്റിക് മൊമെന്റിനെയാണ്. അവര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സീക്കിംഗ് കണക്ഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇവിടെ അവർക്ക് വന്നിട്ടുള്ള മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർക്ക് വന്നിട്ടുള്ള ഓരോ സ്റ്റക്ക് എനർജിയും, അവരെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്, ആ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ട് നേരിടാണ്. അപ്പോൾ അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ആലോചിക്കുകയാണ്. അവർ നിങ്ങളോട് സോറി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാല്ലാതെ എന്താ ചെയ്യുക അല്ലേ? വാട്സപ്പിലോ ഇൻസ്റ്റയിലോ ഒക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവര് അത് അൺബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. 5 ഓഫ് സോർട്സ് കാർഡ് കണ്ടോ? അവർ വളരെയേറെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും അവരെ ഏതൊക്കെ വ്യക്തികൾ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ പോലും അവർ തിരിച്ചറിയുന്നത് നിങ്ങൾ എന്ന സ്നേഹത്തെയാണ്. നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു. അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വളരെയേറെ ആശ്വാസം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ഒരുമിച്ചുള്ള ആ നിമിഷത്തിൽ നിങ്ങളെ ഇത്രയേറെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോഴാണ് നിങ്ങളുടെ സ്നേഹവും കരുതലും നിങ്ങളെന്ന വ്യക്തിയുടെ ഇമ്പോർട്ടൻസും അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരത് അൺബ്ലോക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇവിടെ അവർ വളരെ ഇമോഷണലായിട്ട് നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ ഒരു ക്ലാരിറ്റി തന്നെയാണ് നിങ്ങൾക്ക് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും എവിടെയെങ്കിലും എൻഡായി പോയിട്ടുണ്ടെന്ന്. എന്നാൽ യൂണിവേഴ്സ് പറയുകയാണ്, ഇത് എൻഡായി പോകുന്ന ഒന്നല്ല, ഇതൊരു പുതിയ കണക്ഷൻ തന്നെയാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ പ്രണയത്തെ തന്നെയാണ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. അവരെ ചേസ് ചെയ്ത് പോകണ്ട. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്തു പോവും. നിങ്ങളുടെ പ്രയറും മെഡിറ്റേഷനും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ ആണ്, ഹാങ്ങിങ് മാൻ ആണ്. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷനെയാണ് ഈ കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവാണ്. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെങ്കിലും ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എനിക്കും എൻ്റെ പേഴ്സണും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ യൂണിവേഴ്സ് തന്നെ ഇറങ്ങി പ്രവർത്തിക്കണം. താൻ വിശ്വസിക്കുന്ന ദൈവം അതിലിറങ്ങി പ്രവർത്തിക്കണം. എനിക്കും എൻ്റെ പേഴ്സണും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻ്റെ ആയിക്കൊണ്ട് ഞങ്ങളിലേക്ക് പുതിയൊരു ജീവിതം തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. ഇപ്പോൾ അവർ വളരെയേറെ വേദനിക്കുന്നുണ്ട്. അവർ യൂണിവേഴ്സിൽ സറണ്ടർ ആവാണ്. ഇനി നേർവഴി കാണിച്ചു തരുവാനായിട്ട്, കറക്റ്റായിട്ടുള്ള വഴി കാണിച്ചു തരുവാനായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്ന് അവർ ചിന്തിക്കുകയാണ്. അവരുടെ മനസ്സിനോട് തന്നെ, അവരുടെ സോളിനോട് തന്നെ പറയുകയാണ്, എന്നെ ഒത്തിരി കാര്യങ്ങൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ആ ഒരു തെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഹൃദയം ഇന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ വ്യക്തിയിലേക്ക് മടങ്ങിപ്പോക്കാണ്. എനിക്കൊരു ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. എൻ്റെ വ്യക്തിയുമായിട്ടുള്ള ബെറ്റർ ഫ്യൂച്ചറാണ് എൻ്റെ ഉദ്ദേശം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിലൂടെയാണ് പോകുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയൊക്കെ ആവാം അവരിലേക്ക് മാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിലൂടെ തന്നെയാണ് അവർ പോകുന്നത്. യൂണിവേഴ്സ് അവരെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും. അവർക്ക് വന്ന മാറ്റത്തെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ടൈം കാർഡ് കൂടി നോക്കാം. കുറച്ച് ദിവസമായി നമ്മൾ ടൈം കാർഡ് നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരിക എന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് കാർഡ് നോക്കൂ. ഇൻ 22 ഡേയ്സ് എന്നാണ് പറയുന്നത്. ഇതൊരു ഏഞ്ചൽ നമ്പർ കൂടെയാണ്, 22. സെക്കൻഡ് കാർഡ് ഇൻ 29 ഡേയ്സ് എന്നാണ്, 29 ദിവസം. തേർഡ് കാർഡ് ഇൻ 19 ഡേയ്സ് എന്നാണ് പറയുന്നത്, 19 ദിവസം. ഈ 3 കാർഡ്സ് എന്ന് പറയുന്നത് ഒരു മാസത്തിനുള്ളിലുള്ള ഒരു കാലയളവാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഏതാണ് വാലിഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്ട് ചെയ്ത് പ്രാർത്ഥിക്കും.
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെന്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഏതാണ് വാലിഡ് ആവുകയെങ്കിൽ അത് സ്വീകരിക്കൂ. ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നെ അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ സ്വന്തം നിംസ്.